ഉത്തരമലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ മാസം 5, 6, 7 തീയതികളിൽ നടക്കുന്ന ഈ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് പത്രപ്രതിനിധികളെയും മറ്റ് വിഷ്വൽ മീഡിയ പ്രതിനിധികളെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അതിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് ഞങ്ങൾ 4 വർഷം, സാധാരണഗതിയിൽ 4 വർഷം കൂടുമ്പോൾ നടത്തി വരാറുള്ള ഒരു മെഗാ ടെക്നോ മാനേജ്മെൻറ്റ് കൾച്ചറൽ ഫെസ്റ്റിവലാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കോവിഡ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2019 അവസാനമായി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ എക്സ്പ്ലോർ ഈ വർഷം ഫെബ്രുവരി 6, 7, 8 തീയതികളിലായി കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ, ധർമ്മശാലയുള്ള ക്യാമ്പസിൽ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വൈജ്ഞാനിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പുരോഗതികൾ, കണ്ടെത്തലുകൾ, AI, റോബോട്ടിക്സ് പോലെയുള്ള പുതുവിജ്ഞാന ശാഖകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ, ഇവയെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകളുടെ അവതരണം, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, എക്സിബിഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ ലാബുകൾ, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ള ലാബുകൾ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാം നേരിട്ട് കയറി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ ഹൗസ്, ഇവയെല്ലാം എക്സ്പ്ലോറിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നു. ഇതുകൂടാതെ വളരെ ശ്രദ്ധേയമായ ചില ബാൻഡുകളുടെ പ്രോ ഷോകൾ, മോട്ടോർ ഷോ, മാനേജ്മെൻറ്റ് ഗെയിമുകൾ, ഡ്രോൺ ഷോ, ഇങ്ങനെ 18ലധികം വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, 25ലധികം കൾച്ചറൽ മത്സരങ്ങൾ, 10ഓളം ജനറൽ ഇവൻറ്റ്സ്, ഇതെല്ലാം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നു. പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള ബാബ്സ് ഓട്ടോമൊബൈൽ, കണ്ണൂർ മോട്ടോറിംഗ് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടുള്ള മോട്ടോർ ഷോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. ഒരു ഫാഷൻ ഷോ, വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഫാഷൻ ഷോ, 50,000 രൂപ സമ്മാനത്തുകയുള്ള വിസ്റ്റോര ഫാഷൻ ഷോ ഇതിൻ്റെ ഭാഗമായിരിക്കും. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സൺബേൺ, അതിൻ്റെ ഒരു പ്രോഗ്രാം കോളേജിൽ വെച്ച് ഈ ദിവസങ്ങളിൽ നടക്കും. അതുപോലെ ഫെജോ ആദർശ്, 43 മൈൽസ് മ്യൂസിക് ബാൻഡ്, ഇവരുടെ പ്രോ ഷോകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കും. ഇതൊക്കെ വളരെ ആകർഷകമായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള പരിപാടികളാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് സാങ്കേതിക രംഗത്തുള്ള മറ്റ് വർക്ക്ഷോപ്പുകളും പ്രദർശനങ്ങളും ഒക്കെ നടക്കുന്നത്. ലൈവ് പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പത്രസമ്മേളനം നടക്കുകയുണ്ടായി. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ടീം റോബോ ഫെസ്റ്റ്, നാഷണൽ ലെവലിലുള്ള റോബോ ഫെസ്റ്റ് എന്നുള്ള ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോമ്പറ്റീഷനിൽ, ദേശീയ തലത്തിലുള്ള കോമ്പറ്റീഷനിൽ IIT-കളെ അടക്കം പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനം നേടിയ ഒരു ടീം 1ാം സ്ഥാനം നേടുകയുണ്ടായി. കോളേജിലെ ടീം 1ാം സ്ഥാനം നേടുകയുണ്ടായി. 10 ലക്ഷം രൂപ, 12.5 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള അതിനകത്ത് IIT-കളെ പിന്തള്ളി സമ്മാനം നേടുകയുണ്ടായി. ആ പ്രൊജക്റ്റ്, അവർ അവതരിപ്പിച്ച പ്രൊജക്റ്റ്, 1ാം സ്ഥാനം നേടിയ പ്രൊജക്റ്റ് ഈ എക്സ്പ്ലോറിൻ്റെ ഭാഗമായി കോളേജിൽ പ്രദർശിപ്പിക്കുന്നതാണ്. അതൊരു സെൽഫ് ബാലൻസിങ് റോബോട്ടാണ്. വളരെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു പ്രൊജക്റ്റാണ്. അത് കാണാനുള്ള അവസരം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികളാണ്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ഈ കോളേജിൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പരിപാടിയാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഈ പരിപാടി. ഞങ്ങളുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. പേര് തന്നെ അതാണ്, നാഷണൽ ലെവൽ മൾട്ടിഫെസ്റ്റ്. എങ്ങനെയാണ് നാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് കേരളത്തിനകത്തും പുറത്തും ഉള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, മറ്റ് ടെക്നിക്കൽ അല്ലാത്ത കോളേജുകളിലെ കുട്ടികളെ എല്ലാവരും ഒരേ
ഒരേ കണ്ണിയായിട്ട് കോർത്തിണക്കിക്കൊണ്ട് 3 ദിവസങ്ങളായിട്ട് നടത്താൻ പോകുന്ന ഒരു വലിയ പരിപാടിയാണ്. സാറ് പറഞ്ഞ കണക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഓൾ കേരള യൂണിവേഴ്സിറ്റി KTU യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തുണ്ട്. അത് അക്കാഡമിക്കലിയാണ്. ഈ ടെക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്സിന് പുറമെ നോൺ അക്കാഡമിക്കലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഈ ഇപ്പം ടെക്നിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് ആയിക്കോട്ടെ, കൾച്ചറലായിട്ട് ഇവൻറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് മാനേജ്മെൻറ്റ് ജനറൽ ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു 3 ദിവസത്തെ ഫുള്ളായിട്ടുള്ള സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ടെക്നിക്കലായിക്കോട്ടെ നോൺ ടെക്നിക്കൽ എല്ലാവരും ഒരേപോലെ പരിപാടിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റ് ആയിരിക്കും ഈ 3 ദിവസമായിട്ട് നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സാർ പറഞ്ഞ കണക്ക് ഒരു 10ഓളം ജനറൽ ഇവൻറ്റ്സ്, 18ൽ കൂടുതൽ വർക്ക്ഷോപ്പുകൾ, ടെക്നിക്കൽ വർക്ക്ഷോപ്പുകളുണ്ട്. അതേപോലെ തന്നെ 25ൽ കൂടുതൽ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്. ഈ കൾച്ചറൽ ഇവൻറ്റ്സിനായിക്കോട്ടെ മറ്റ് ജനറൽ ഇവൻറ്റ്സിനെല്ലാം തന്നെ പ്രൈസ് പൂളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണുള്ളത്. ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും വെച്ചാൽ തന്നെ വലിയൊരു എമൗണ്ട് പ്രൈസ് പൂളും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതേ കണക്ക് നമുക്കിപ്പം മെയിനായിട്ട് വരുന്ന ഓട്ടോ ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോ ഷോ നടത്താൻ ഇപ്പം നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഈ അടുത്ത് നടത്തിയിട്ടുള്ള ക്യാമ്പസുകളിൽ ഓട്ടോ ഷോ എടുത്ത് നോക്കിയാൽ 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കണക്ട് ചെയ്തിട്ടുള്ള ടീം പറഞ്ഞത്. അത്രയും നല്ല വാഹനങ്ങളുടെ കളക്ഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു ഓട്ടോ ഷോ തന്നെ നമുക്ക് 6-ാം തീയതി ക്യാമ്പസിൽ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത് പറഞ്ഞാൽ കണ്ണൂർ മോട്ടറിംഗ് ക്ലബ്ബും അതുപോലെ തന്നെ ബാബ്സ് കാരണം പ്രധാനപ്പെട്ട തന്നെ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ടുള്ള മോട്ടോർ ഷോ ആയിട്ടുള്ള കമ്പനി ബേസ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അവരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രോ ഷോസ് നമുക്കറിയാം. അപ്പം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ റാപ്പിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് ഫെജോ ആദർശ്. ഇവരുടെ കോംബോ പ്ലസ് എവിജിൻ ഇമ്മാനുവലിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ആയിട്ടുള്ള 43 മൈൽസ് ഇവരാണ് ലാസ്റ്റ് ഡേ 8-ാം തീയതി ഒരു കൊട്ടിക്കലാശം എന്നോണം പരിപാടി കണ്ടക്ട് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് ഡേ വരുന്നത് സൺബേൺ ഡേ ആണ്. സൺബേൺ DJ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങിൽ ഒരു DJ ബ്രാൻഡിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ലേഡി ആർട്ടിസ്റ്റാണ് നമുക്കവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് ഡേ പ്രോ ഷോ ആയിട്ട് വരുന്നത് വിസ്റ്റോറ, നമ്മുടെ കോളേജിലെ തന്നെ മറ്റേ ഒരു ഫാഷൻ ക്ലബ്ബ് ഉണ്ട്, അതിൻ്റെ ബാനറിൽ നടത്തുന്ന ഒരു മെഗാ ഫാഷൻ ഷോ ആണ്. ഫാഷൻ ഷോയിൽ തന്നെ നമുക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രധാനപ്പെട്ട ഈ ഫാഷൻ കമ്പനീസ് ഉണ്ട്, അവരിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റായിട്ട് തന്നെ നമ്മളൊരു അത് നടത്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിന് പുറമെ ഈ 18ഓളം അല്ലെ 19ഓളം വർക്ക്ഷോപ്പുകളും മറ്റ് ജനറൽ ഇവൻറ്റ്സുകൾ പക്കാ ടെക്നിക്കൽ നമ്മളെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ള കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നല്ല കുട്ടികൾക്ക് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി നൽകാൻ പറ്റുന്ന തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 5-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ AI ഒക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഈ പ്രോംപ്റ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ChatGPT, ഡീപ് സീക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, ഫൈൻ ട്യൂൺ ചെയ്യുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകളുണ്ട്. അടുത്ത കാര്യം സാറ്റലൈറ്റ് ഡാറ്റ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സായിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പുകളുണ്ട്. പിന്നെ ഈ ഡിസൈനിങ് ടൂൾസുകളായിട്ടുള്ള BIM, CAD അതുപോലത്തെ ടൂളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദമായി പറയുന്ന വർക്ക്ഷോപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെയായിട്ട് പ്രൊഡക്ഷനിൽ നോക്കുകയാണെങ്കിൽ 3D പ്രിൻറ്റിങ് വളരെയധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് 3D പ്രിൻറ്റിങ്. അപ്പോൾ എങ്ങനെയാണ് 3D പ്രിൻറ്റിങ് വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിൻറ്റിങ് നടക്കുന്നതെന്നുള്ളൊരു സെക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ CS ഡിപ്പാർട്ട്മെൻറ്റ് 3D പ്രിൻറ്റിങ് ലൈവായിട്ട് എങ്ങനെയാണ് 3D പ്രിൻറ്റിങ് ചെയ്യുന്നതെന്ന് ജനറൽ ഓഡിയൻസിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇവൻറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്തത് IoTയും സ്മാർട്ട് എംബഡഡ് സിസ്റ്റംസും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ IoT സിസ്റ്റംസിനെ കുറിച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പുകളുണ്ട്. PCB ഡിസൈനുകൾ എങ്ങനെയാണ് ഒരു PCB ഡെവലപ്മെൻറ്റ് ബോർഡ് ഡിസൈൻ ചെയ്യുന്നത് അത് സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. പിന്നെ ആളുകൾക്ക് കൗതുകം തരുന്ന റോബോട്ടിക് ആമുകൾ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ മനുഷ്യന്മാരെ ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യാതെ റോബോട്ടുകളാണ് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോബോട്ടിക് ആമിൻ്റെ ഒരു സംബന്ധിച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് ഡ്രോണുകളാണ്. ഇപ്പം ഡ്രോണുകൾ പല മേഖലയിലും ഇപ്പം മീഡിയയിലായാലും അല്ലാത്ത സ്ഥലങ്ങളിലായാലും ഡ്രോണുകൾ വളരെയേറെ
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡ്രോണുകളെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ഡ്രോണിൻ്റെ ഒരു ഷോയും ഉണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രോണുകൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതും അവരെല്ലാവർക്കും ഈ ഡ്രോണുകളെ ഒന്ന് പറത്താനുള്ളൊരു അവസരവും നമുക്ക് ഈ വർക്ക്ഷോപ്പിലൂടെ ലഭ്യമാണ്. പിന്നെ ഒരു ഓപ്പൺ റോക്കറ്റ് സിമുലേറ്റർ ഇതുപോലെയുള്ള ഒരു 18+ വർക്ക്ഷോപ്പുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ സമീപപ്രദേശത്തുള്ള ക്യാമ്പസുകളിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഒരു IT സ്ഥാപനം അല്ലെങ്കിൽ ഇതുപോലത്തെ ടെക്നിക്കൽ റിലേറ്റഡ് സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഐഡിയയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംരംഭത്തിലേക്ക് അവർക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഈവെൻ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്.